വാളെടുത്തവൻ വാളാൽ നശിക്കും എന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ചൂലെടുത്തവരുടെ കാര്യം വേദപുസ്തകത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടെയും ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെ സംഭവിക്കും എന്നാണ് ഈ രാഷ്ട്രീയത്തിലെ സംഭവവികാസങ്ങൾ തെളിയിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് ഡൽഹിയിൽ നടന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. ഡൽഹിയിൽ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി വിജയം നേടിയ ഒരു പാർട്ടിയുണ്ട്, ആം ആദ്മി പാർട്ടി. അഴിമതിക്കെതിരായി കുരിശുദ്ധം നയിച്ചു വന്ന ആളാണ് അരവിന്ദ് കെജ്രിവാൾ. ആദ്യ തവണ അദ്ദേഹത്തിന് ന്യൂഡൽഹി മണ്ഡലത്തിൽ മത്സരിച്ച് അന്ന് അഴിമതിക്കാരിയായി മാറിയിരുന്ന ഷീല ദീക്ഷിതിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞു. ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ല. BJP ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. എങ്കിലും കോൺഗ്രസിൻ്റെ പുറത്തു നിന്നുള്ള പിന്തുണയോടുകൂടി അദ്ദേഹം മന്ത്രിസഭ ഉണ്ടാക്കി. പക്ഷേ അധികം വൈകാതെ ആ മന്ത്രിസഭ തകർന്നു. 2015 വീണ്ടും തെരഞ്ഞെടുപ്പുണ്ടായി. അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു, അധികാരത്തിൽ വന്നു. 70-ൽ 67 സീറ്റും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കിട്ടി. എന്തൊരു വലിയ വിജയമാണെന്ന് ആലോചിച്ചു. പ്രതിപക്ഷ പാർട്ടിയായ BJPക്ക് വെറും 3 സീറ്റാണ് കിട്ടിയത്. കോൺഗ്രസിന് ഒന്നും കിട്ടിയില്ല. 5 വർഷം കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും ജനങ്ങളെ അഭിമുഖീകരിച്ചു. വീണ്ടും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അത്തവണ BJPയുടെ സീറ്റുകൾ ഏതാണ്ട് 6-7 ആയിട്ട് വർദ്ധിച്ചു. പക്ഷേ അതിനപ്പുറത്തേക്ക് വലിയ അത്ഭുതമൊന്നും സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചില്ല. കെജ്രിവാൾ വളരെ ശക്തമായ നിലയിൽ തിരിച്ചു വന്നു. അങ്ങനെ അഴിമതിക്കെതിരായ വികാരം രാജ്യത്തെമ്പാടും വ്യാപിക്കുമെന്നും കോൺഗ്രസിൻ്റെയും BJPയുടെയും അഴിമതി കണ്ട് മനം മടുത്ത ജനങ്ങൾ ഈ പാർട്ടിയെ വിജയിപ്പിച്ച് രാജ്യത്തെമ്പാടും അഴിമതി തുടച്ചു നീക്കും എന്നൊക്കെ അദ്ദേഹം പ്രഖ്യാപിച്ചു. പിന്നീട് പഞ്ചാബിലേക്കും ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തനം വ്യാപിക്കുന്നത് നമ്മൾ കണ്ടു. അവിടെയും അവർക്ക് ഭൂരിപക്ഷം നേടി മന്ത്രിസഭ ഉണ്ടാക്കാൻ സാധിച്ചു. ഗോവയിലും ഗുജറാത്തിലുമൊക്കെ ആം ആദ്മി പാർട്ടി പരിശ്രമം നടത്തി നോക്കിയെങ്കിലും അത് ഫലവത്തായില്ല. കേരളത്തിലും ഏതാനും ശുദ്ധാത്മാക്കൾ ആം ആദ്മി പാർട്ടിക്കാരായിട്ട് 2014 തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുന്നത് നമ്മൾ കണ്ടു. പിന്നീട് അത് മിക്കവാറും അപ്രസക്തമായി തീർന്നു എന്നാണ് നമ്മളെ ചരിത്രം ബോധിപ്പിക്കുന്നത്. എന്തുവാട്ടെ, ഈ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും കെജ്രിവാളിൻ്റെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേറ്റു. ഈ ചൂലെടുത്തവൻ ചൂലാൽ എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ അഴിമതിക്കാരനായി മാറി എന്നാണ് ആരോപിക്കപ്പെടുന്നത്. അതിലെന്തൊരു സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. അഴിമതിക്കെതിരെ കുരിശുദ്ധം പ്രഖ്യാപിച്ച അരവിന്ദ് കെജ്രിവാളിനെ കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്നത് നമ്മൾ കണ്ടു. ഈ കെജ്രിവാളും മറ്റ് അഴിമതിക്കാരും തമ്മിലൊരു വലിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, വേറെ ആളുകൾ ആരെങ്കിലുമാണ് ഈ അഴിമതി കേസിൽ കുറ്റാരോപണ വിധേയരാകുന്നതെങ്കിൽ അവരപ്പം തന്നെ ആ ജോലി രാജിവെക്കും. അങ്ങനെയാണ് ലാലു പ്രസാദ് യാദവ്, രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരിൽ ഒരാളാണ്. അദ്ദേഹം കന്നുകാലി തീറ്റ കേസിൽ പ്രതിയായി കഴിഞ്ഞ സമയത്ത് അപ്പോൾ തന്നെ ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. എന്നിട്ട് ആ ഭാര്യയ്ക്ക് ഉത്തരവാദിത്തം പറയത്തക്ക വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത, രാഷ്ട്രീയ പരിചയമോ പാരമ്പര്യവും ഇല്ലാത്ത സ്വന്തം ഭാര്യയെ ഏൽപ്പിച്ചു. അങ്ങനെയാണ് റബഡി ദേവി ബീഹാറിൽ മുഖ്യമന്ത്രിയായത്. അവർ 6-7 കൊല്ലം ആ സ്ഥാനത്തിരുന്നു. പക്ഷേ അപ്പോഴും പിൻസീറ്റിൽ നിന്ന് ലാലു പ്രസാദ് തന്നെയാണ് കാര്യങ്ങൾ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. എന്നാലും അത് രാജിവെക്കാനുള്ള ഒരു മര്യാദ, ഒരു അന്തസ്സ്, രാഷ്ട്രീയ വിവേകം അദ്ദേഹം പ്രകടിപ്പിച്ചു. അങ്ങനെയാണ് സാധാരണ ആളുകൾ ചെയ്യുക. ഇപ്പോൾ ഏറ്റവും അടുത്ത സമീപകാലത്ത് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന, ഇപ്പോഴും മുഖ്യമന്ത്രിയായിരിക്കുന്ന ഹേമന്ത് സോറനെ ഇതുപോലെ കേസിൽപ്പെടുത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം ആ സെക്കൻഡിൽ അറസ്റ്റ് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ രാജിക്കത്ത് എഴുതി ഏൽപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു ചാർച്ചക്കാരനായ ചമ്പൈ സോറനെ ജാർഖണ്ഡിൽ താൽക്കാലിക മുഖ്യമന്ത്രിയായിട്ട് വാഴുകയും ചെയ്തു. പിന്നീട് കോടതി ഇദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു. അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തു. അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം BJPയുടെ വെല്ലുവിളിയെ അതിജീവിച്ചുകൊണ്ട് വിജയിച്ചു. അത് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ തുടരുകയാണ്. നേരെ മറിച്ച് കെജ്രിവാളിന് മുമ്പ് നമ്മുടെ മാണി സാറിൻ്റെ കാര്യം പോലും നമ്മുടെ മുമ്പിലുണ്ട്. സുപ്രീം കോടതി പ്രതികൂല പരാമർശം നടത്തിയെന്ന് കേട്ടപ്പോഴത്തേക്ക് രാജിവെച്ച കരുണാകരൻ, KP വിശ്വനാഥൻ, അതുപോലെ പോലീസ് വിജിലൻസ് കുറ്റപത്രം കൊടുക്കത്തില്ല, FIR ഇട്ടപ്പോൾ തന്നെ രാജിവെക്കേണ്ടി വന്നത് നമ്മുടെ മാണി സാർ യഥാർത്ഥത്തിൽ രാജിവെക്കാൻ ഉദ്ദേശിച്ചില്ല. രാജിക്കത്തുമായിട്ട് ഉമ്മൻചാണ്ടിയെ കാണാൻ പോയതാണ്. ഉമ്മൻചാണ്ടി മാണിയുടെ എന്ന രാജിക്കത്ത് തട്ടിപ്പറിച്ചു. മാണി സാറേ മതി എന്ന് പറഞ്ഞു. രാജിക്കത്ത് അപ്പം തന്നെ ഗവർണർ കൂടെ കൊടുത്തു. ഗവർണർ അത് കിട്ടിയ വഴിക്ക് സ്വീകരിച്ചു. മാണി മന്ത്രിയല്ലാണ്ടായി. അവരൊക്കെ കാണിച്ച ഒരു രാഷ്ട്രീയ വിവേകമുണ്ട്. അതെന്ന് വെച്ചാൽ, അഴിമതി കേസിൽ കുറ്റാരോപണ വിധേയനായ, കേസ് രജിസ്റ്റർപ്പെട്ട ഒരാൾ മന്ത്രിസ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല. മന്ത്രിയായിട്ട് തുടരാൻ പാടില്ല, മുഖ്യമന്ത്രിയായിട്ട് തുടരാൻ പാടില്ല. ആ മര്യാദയാണ് ലാലു പ്രസാദ് യാദവ് കാണിച്ചത്. അതാണ് ഹേമന്ത് സോറൻ കാണിച്ചത്. അതുതന്നെയാണ് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും കെ മാണിയും ചെയ്യേണ്ടി വന്നത്.
പക്ഷേ അത്ര മര്യാദ പോലും ഈ അഴിമതിക്കെതിരെ കുരിശുദ്ധം പ്രഖ്യാപിച്ച അരവിന്ദ് കെജ്രിവാൾ ചെയ്തില്ല. ഞാൻ കരുതുന്നത് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പരാജയത്തിൻ്റെ ഏറ്റവും വലിയ കാരണം ഈ അഴിമതി കേസിൽ പ്രതിയായി ജയിലിൽ പോയതിനു ശേഷവും മുഖ്യമന്ത്രി സ്ഥാനത്ത് കടിച്ചു തൂങ്ങിക്കളയാം എന്ന് വിചാരിച്ച അരവിന്ദ് കെജ്രിവാളിന് ഡൽഹിയിലെ പ്രബുദ്ധരായ വോട്ടർമാർ കൊടുത്ത മുഖമടച്ചുള്ള അടിയാണ് എന്നാണ്. അദ്ദേഹത്തിന് മുമ്പ് ജയിലിൽ പോയ ആളാണ് മനീഷ് സിസോദിയ, ഉപമുഖ്യമന്ത്രിയായിരുന്നു. കുറേ കാലം ജയിലിൽ കിടന്നിട്ട് ഇപ്പോൾ ഇറങ്ങി വന്ന് വീണ്ടും ജനങ്ങളെ അഭിമുഖീകരിക്കുകയാണ്. അതുപോലെ ജയിലിൽ പോയ ആളാണ് അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹം തോറ്റു, സിസോദിയയും തോറ്റു, കെജ്രിവാളും തോറ്റു. താൽക്കാലിക മുഖ്യമന്ത്രിയായിട്ട് വന്നാണ് അതിഷി മർലേന പരാജയത്തിൻ്റെ വക്ക് വരെ എത്തിയിട്ട് അവർ ജയിച്ചു. ആം ആദ്മി പാർട്ടി തോറ്റു എന്ന് പറയുമ്പോഴും മുമ്പ് ബി ജെ പിക്ക് ഉണ്ടായ പോലെയോ അല്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ്സിനുണ്ടായ പോലെയോ വലിയ പരാജയം ഉണ്ടായിട്ടില്ല. 22 സീറ്റ് അപ്പോഴും ജയിച്ചു. നിയമസഭയിലൊരു പ്രതിപക്ഷമുണ്ട്. പിന്നെ ആം ആദ്മി തോറ്റ കൂട്ടത്തിൽ ബി ജെ പി ജയിക്കുകയും ചെയ്തു എന്നുള്ള വേറെ കാര്യമാണ്. ബി ജെ പി സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചപ്പോൾ സാധാരണ പോലെ ജാതിയും ഉപജാതിയും നോക്കി ജയസാധ്യതയ്ക്ക് മുൻതൂക്കം കൊടുത്ത് ഓരോ മണ്ഡലത്തിലേക്കും പറ്റിയ ഏറ്റവും നല്ല ആളുകളെയാണ് സ്ഥാനാർത്ഥികളാക്കിയത് എന്ന് മാത്രമല്ല പണത്തിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. എന്നാൽ അങ്ങനെ പണം പൊലിപ്പിക്കാതെ ഗ്രാസ് റൂട്ട് ലെവലിൽ നല്ല പ്രചരണം നടത്താൻ കഴിഞ്ഞു. പിന്നെ RSSൻ്റെ സംഘടനാ സംവിധാനം ഫലപ്രദമായിട്ട് പ്രവർത്തിച്ചു. പാർട്ടിക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലാതിരുന്നു എന്നതും ഒരു പരിധിവരെ ഗുണകരമായി. കാരണം ഒരാളെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചാൽ ബാക്കിയുള്ളവന്മാർ കാല് വരും എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു അപകടം ഒഴിവാക്കാൻ സാധിച്ചു. പിന്നെ അമിത്ഷായുടെ ചാണക്യ തന്ത്രങ്ങളുണ്ടായിരുന്നു. മോഡിയും ഷായുമൊക്കെ ഒരു ലോ പ്രൊഫൈലിൽ നിന്നിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നയിച്ചത്. അങ്ങനെ അവസാനം വരെ ആം ആദ്മി പാർട്ടി നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും ജയിച്ചേക്കും എന്ന തോന്നലുണ്ടാക്കാനും ബി ജെ പിക്ക് സാധിച്ചു. പിന്നെ ഇത്തവണ വേറൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴാണ് ആ രഹസ്യം എനിക്ക് മനസ്സിലായത്. മുൻ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 16 മുസ്ലിം സ്ഥാനാർത്ഥികളെ ഉണ്ടായിരുന്നു ഡൽഹിയിൽ. ഇത്തവണ 32 പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഇത് കേൾക്കുമ്പോൾ ഒറ്റ കേൾവിയിൽ തോന്നുന്ന കാര്യമല്ലേ. ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ വേറൊരു പരിപാടിയുണ്ട്. ജയിക്കാൻ ഒരു സാധ്യതയില്ലാത്ത സീറ്റുകളിൽ ഈ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ പട്ടികജാതിക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കാരണവശാലും ബി ജെ പി വോട്ട് ചെയ്യാൻ ഒരു സാധ്യതയില്ലാത്ത ചില സമുദായങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ ഇറക്കും. ഇപ്പോൾ ഈ 32 മുസ്ലിം സ്ഥാനാർത്ഥി മത്സരിച്ചു എന്ന് വെച്ചാൽ ഉറപ്പാണ് അതിൽ 20 പേരെങ്കിലും ചെല്ലും ചിലവും കൊടുത്ത് പോസ്റ്റ് അച്ചടിപ്പിച്ച് ഫ്ലെക്സ് ബോർഡ് അടിപ്പിച്ച് കെട്ടിവെക്കാനുള്ള പണവും പട്ടച്ചെലവിനുള്ള കാശും കൊടുത്ത് സ്ഥാനാർത്ഥിയൊക്കെ നിർത്തിയത് അമിത്ഷാ തന്നെ ആയിരിക്കും. യാതൊരു സംശയവും വേണ്ട. ഡൽഹിയിൽ പോയി അന്വേഷിച്ചറിയാം. അവിടുത്തെ ഏതെങ്കിലും മുനിസിപ്പൽ കൗൺസിലറോ അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റി പ്രസിഡൻ്റൊക്കെ ആയിരിക്കും. ഇയാളെ ഒരു വട്ടത്തൊപ്പിയും വെച്ച് നമ്മൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് പോസ്റ്റ് അടിപ്പിച്ച് അയാൾക്ക് അത്യാവശ്യം പ്രവർത്തകരെ വട്ടച്ചെലവിന് കാശും കൊടുത്ത് പറഞ്ഞു വിടും. ഇയാൾ കുറേ വോട്ട് പിടിക്കും. ഡൽഹി പോലെ ചെറിയൊരു സ്ഥലത്ത് ചെറിയ മണ്ഡലങ്ങളാണ്. ചെറിയ ഭൂരിപക്ഷത്തിലാണ് ഓരോ മണ്ഡലവും തീരുമാനിക്കപ്പെടുന്നത്. അവിടെ ഇതുപോലെയുള്ള ഈ ഡമ്മി സ്ഥാനാർത്ഥികൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പിൽ വലിയ മാറ്റം ഉണ്ടാകും. ഇത് പറയുമ്പോൾ നമ്മുടെ മഹാനായ ഒവൈസി സാഹിബിനെ നമുക്ക് മറക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടി 2 സീറ്റിൽ മത്സരിച്ചു. 2 സ്ഥലത്ത് ബി ജെ പി തന്നെ ജയിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കും. കാരണം അങ്ങനെയുള്ള ചില പാർട്ടികളും ചില സ്ഥാനാർത്ഥികളും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വലിയ മാറ്റം വരുത്താറുണ്ട്. ഇത്തവണയും അത് തന്നെ സംഭവിച്ചു എന്ന് വേണം വിചാരിക്കാൻ. ഏതായാലും ബി ജെ പി ജയിച്ചു, ആം ആദ്മി തോറ്റു. ചൂലെടുത്തവൻ ചൂലാൽ എന്ന തത്വം ഡൽഹിയിൽ വീണ്ടും നടപ്പായി. 15 കൊല്ലം മുമ്പ്, 15 അല്ല 2013 അവഹേളിതയായി അപമാനിതയായി സ്വന്തം മണ്ഡലത്തിൽ തോറ്റുപോയ ഷീല ദീക്ഷിത് ഇത് കാണാനായിട്ട് നമ്മോടൊപ്പം ഇല്ല. അതേ ന്യൂഡൽഹി മണ്ഡലത്തിൽ ജനങ്ങളാൽ തമസ്കരിക്കപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ അപമാനിതനായി നിൽക്കുകയാണ്. കയ്യിലൊരു ചൂലുമുണ്ട്. ഇപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ആ ചിഹ്നത്തിൻ്റെ ഒരു സ്വാരസ്യം നമുക്ക് മനസ്സിലാവും. ചൂലെടുത്തവൻ ചൂലാൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.